നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിലും കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ തിരുവചനം ഒരുമിച്ച് ധ്യാനിപ്പാനും കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് അല്പസമയം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35, 36, 37 ഈ വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 35 to 37. സ്തോത്രം. ഈ വേദഭാഗം നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്. ഇത് വായിക്കാത്തവർ ഒരുപക്ഷെ ആരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഏകാഗ്രമാക്കാം. അപ്പോസ്തലനാകുന്ന പൗലോസ് താൻ ഉന്നയിക്കുന്ന അനേക ചോദ്യങ്ങൾ അതിൻ്റെ 31 മുതലുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെ അതിൽ തന്നെ അതിൻ്റെ ഉത്തരവും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 31 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് അതിൻ്റെ 28 മുതൽ ഉള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വി നോ. 28-ാമത്തെ വാക്യത്തിൽ നാം അറിയുന്നു എന്ന് പറഞ്ഞ് താൻ ആരംഭിക്കുന്നുവെങ്കിൽ, അതിൻ്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഉറച്ചിരിക്കുന്നു, ഐ ആം കൺവിൻസ്ഡ്, ഐ ആം പെർസ്വേഡഡ്. 28-ാമത്തെ വാക്യത്തിൽ ഞാൻ അറിയുന്നു, നാം അറിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. എങ്കിലും അതിലെ 39-ലേക്ക് വരുമ്പോൾ ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആ അറിവിന് എനിക്ക് യാതൊരു സംശയങ്ങളുമില്ല. അത് ഉറപ്പായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ വളരെ രൂഢമൂലമായിരിക്കുന്ന, വേര് പിടിച്ചിരിക്കുന്ന, ആർക്കും ആ കൺവിക്ഷനെ ഒന്നിനും ജീവിതത്തിലെ യാതൊരു സാഹചര്യങ്ങൾക്കും ഉലയ്ക്കുവാൻ കഴിയാത്തതുപോലെയുള്ള ഒരു ബോധ്യമാണ് എനിക്കുള്ളത് എന്നാണ് പോൾ പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബോധ്യമാകാം അനേക സന്ദർഭങ്ങളിൽ താൻ പറയുന്ന വാക്കുകളുടെ ഒക്കെ അടിസ്ഥാനം. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇതുമായി ചേർത്ത് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. നോക്കുക, അവിടെ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ വിലപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അനേകർക്കും വിലപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ആ വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകാറുണ്ട്. നമ്മുടെ സമ്പത്താണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യമെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും. നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ തലമുറയിലാണെങ്കിൽ അവര് നാം ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും.
നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് നാം ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടേതെന്ന് നമ്മൾ പറയുന്ന എന്തെങ്കിലുമാണെങ്കിൽ, അത് വസ്തുവകകളോ വീടോ വാഹനങ്ങളോ ബാങ്ക് ബാലൻസോ എന്താണെങ്കിലും, അതാ നമ്മുടെ വിലപ്പെട്ടതെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടാലും അവന് ഏറ്റവും വിലയേറിയത് അവൻ്റെ പ്രാണനാണ്, അവൻ്റെ ജീവനാണ്. അത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശേഷിച്ച് പിശാച് തന്നെ ഇയ്യോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത്, അങ്ങിപ്പോഴ് അവൻ്റെ വസ്തുവകകളൊക്കെ എടുത്തുള്ളൂ, അവൻ്റെ മക്കളൊക്കെ നശിച്ചുള്ളൂ, എന്നാൽ അവൻ്റെ ജീവനെ ഒന്ന് തൊട്. അപ്പോൾ അറിയാം അവന് നീയാണോ വലുത് അതോ അവൻ്റെ ജീവനാണോ? അതാ പ്രധാനപ്പെട്ട ചോദ്യം. പിശാച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ത്വക്കിന് പകരം എന്താ വായിച്ചിട്ടുണ്ട്? ത്വക്കിന് പകരം മനുഷ്യൻ എന്തോ വേണമെങ്കിൽ, മാൻ വിൽ എക്സ്ചേഞ്ച് എനിത്തിങ് ഫോർ ഹിസ് ലൈഫ്. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നിന്റെ തോക്ക് തലയ്ക്ക് വെച്ചേച്ച് നിന്റെ ഒരു ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ചിന്ത, ഞാൻ സൈൻ ചെയ്തു കൊടുക്കും. കാരണം എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ചിന്ത, ഞാൻ സൈൻ ചെയ്തു കൊടുക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ ജീവനാ വലുത്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആണെന്നാ എൻ്റെ ചിന്ത. എന്നാൽ പോൾ ഇവിടെ പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എനിക്കെൻ്റെ ജീവനും വലുതല്ല. ശ്രദ്ധിക്കണം. എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രാണൻ പോലും എനിക്ക് വിലയേറിയതല്ല. എനിക്ക് പിന്നെ വിലയേറിയത് എന്താ? അതായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അവിടെ നിന്ന് ആ കാര്യം മനസ്സിലാകും. സാക്ഷ്യം പറയേണ്ടതിന് നോക്കണം. ആ ഒരു പദം ശ്രദ്ധിക്കണം. കർത്താവായ യേശു തന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവനെ യേശുവിൻ്റെ കർത്തൃത്വത്തിന് ഞാൻ ഏൽപ്പിച്ചു. ഇനിയിപ്പോ എനിക്ക് വലുത് എൻ്റെ ജീവനല്ല, എൻ്റെ ഒന്നുമല്ല, യേശു എൻ്റെ കർത്താവായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വലുത്. അതാ ആ വാക്യത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, യേശു അല്ലാതെ, യേശുവിൻ്റെ ലോർഡ്ഷിപ്പ് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നിനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് ആരേലും ചവപ്പെട്ട് കാണുന്നെന്നും റീത്ത് കാണുന്നെന്നും പറയുമ്പോൾ അതിനകത്തോരിളക്കവും നമുക്കുണ്ടാകുകയില്ല. അങ്ങനെ ഇളക്കമുണ്ടാകുന്ന ഒരു സന്ദർഭം ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ആസ് വി ഗ്രോ അപ്പ്, നമ്മൾ ക്രിസ്തുവിൽ വളരുമ്പോൾ അങ്ങനൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് കബളിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. എന്നാൽ somewhere along the way, if a person is truly born again, if he is truly born again by the true gospel, സത്യ സുവിശേഷത്താൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ അവൻ ചെന്നെത്തും, എൻ്റെ പ്രാണൻ പോലും എനിക്ക് വലുതല്ല, എൻ്റെ കർത്താവാണ് എനിക്ക് വലുത് എന്നവന് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് അതിശയോക്തിയോ ഇല്ലാത്ത കാര്യങ്ങളോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അതിശയോക്തിയല്ല. അപ്പോൾ ജീവിതത്തിൽ
യേശുവിനെ വലുതെന്ന് കാണുന്ന ഒരാളാണ് ട്രൂ ഡിസൈപ്പിൾ. മറ്റൊന്നും വലുത്. കാരണം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും കൂടെ കർത്താവിൻ്റെ ഒപ്പം യാത്ര ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ കാര്യം വളരെ മനോഹരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അത് എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ടെന്നുള്ളതാ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ ഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലാണ് അതുള്ളത്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ്, അത് എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ അനോയിന്റ് ചെയ്യുന്ന ആ സന്ദർഭം, രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ്. മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ അനോയിന്റ് ചെയ്യുന്നതുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലുണ്ട്. അവിടെയും ശീമോൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരുള്ളത് കൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ആ രണ്ട് സംഭവങ്ങളും രണ്ടാ. ഒന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലും, മർക്കോസ് 14, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 14-ലും, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ കാണുന്ന കർത്താവിനെ അനോയിന്റ് ചെയ്യുന്ന, കർത്താവിൻ്റെ മേൽ വിലയേറിയ ആ തൈലം പൂശുന്ന ആ സന്ദർഭം ഒറ്റ കാര്യമാണ്. അത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ആ ആഴ്ചയിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റേത് ശുശ്രൂഷയുടെ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലുള്ള ആ സംഭവം യേശു കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭത്തിൽ, നിങ്ങൾ അത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറും. അത് രണ്ടും രണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇത് കർത്താവിൻ്റെ മേൽ അത് അവൾ വന്ന് പൂശുമ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വെറും ചിലവ് എന്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവ് ഇത്രത്തോളമൊക്കെ ഇത്രയും വിലയേറിയ ഒരു കാര്യം യേശു കർത്താവിൻ്റെ മേൽ വേസ്റ്റ് ചെയ്യത്തക്ക പോലൊന്നും ഇമ്പോർട്ടൻസ് ആർക്കില്ല. കാരണം നമ്മൾ ആ ഭാഗം തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ട്രിഗറായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത്. മത്തായി സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തോട് ചേർന്നാണ് ഉടനെ യൂദാ ചെന്ന് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോയിട്ട് ഞാൻ ഒറ്റിക്കൊടുക്കാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നോ തരും എന്ന് കർത്താവിന് വിലയിട്ടത്. അപ്പോൾ ഈ ബാക്കിയുള്ള ശിഷ്യന്മാരും എല്ലാം ചേർന്ന് ഇത് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? ദരിദ്രന്മാർ നിങ്ങൾക്ക്. അപ്പോൾ രണ്ട് കാര്യം അവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഈ ദരിദ്രന്മാരെ ഫീഡ് ചെയ്യുന്നതും യേശു ഏറ്റവും വിലയേറിയവനാണ്, അവന് വേണ്ടി എൻ്റെ ജീവിതം പോറൗട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് രണ്ടും രണ്ടാ. പലരും ചിന്തിക്കുന്ന ഇതൊന്നിനോ പകരം ഒന്ന് വെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു പട്ടണത്തിൽ ഭയങ്കര കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആ പട്ടണം പട്ടിണിയില്ലാത്ത പട്ടണമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെ, പട്ടിണിയില്ലാത്തൊക്കെ. പക്ഷേ സത്യ സുവിശേഷത്തിന് പകരമാകുന്നില്ല ഒരു പട്ടണത്തിലെ സകല സാധുക്കളെയും ഫീഡ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും പകരത്തിന് പകരം വെക്കാവുന്ന കാര്യമല്ല, രണ്ടും രണ്ടാ. എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സുവിശേഷം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ ഇതെന്ത് ചെയ്യും? പ്രസംഗിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സുവിശേഷമെന്ന് പറഞ്ഞാൽ, ട്രൂ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുന്നതല്ല. ട്രൂ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ജീവിതം മുഴുവൻ കർത്താവിനായി സമർപ്പിക്കപ്പെടുന്നതാണ് ട്രൂ ഗോസ്പൽ. സത്യസുവിശേഷം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ വ്യാജ സുവിശേഷമല്ല.
ആകട്ടെ, അപ്പോൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കൺവിക്ഷനിലേക്ക് വന്ന ഈ മനുഷ്യൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, യേശുവിൻ്റെ കർത്തൃത്വമാണ് എനിക്ക് വലുത്, ആ ഒരു സ്നേഹ കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഞാൻ ക്രിസ്തുവുമായി ചേർന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ എന്തിനെങ്കിലും കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? അതാ ചോദ്യം. എന്നിട്ട് പറയുകയാ, ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഷ്ടതയ്ക്ക് കഴിയുമോ? സങ്കടങ്ങൾക്ക് കഴിയുമോ? ഉപദ്രവത്തിന് കഴിയുമോ? ഉള്ളൊരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് വരുന്ന സുവിശേഷം, അല്ലെ അതിലേക്ക് നയിക്കുന്ന സുവിശേഷം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള സുവിശേഷമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാനതാ പറഞ്ഞത്. ഈ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് പറയുന്നതല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം. പിന്നെ അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നതല്ല സുവിശേഷം. പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ എന്ന് പറഞ്ഞാൽ, എല്ലാവരും വാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഷ്ടതയില്ല, സങ്കടമില്ല, ഉപദ്രവമില്ല എന്ന് പറയുന്ന സുവിശേഷമല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം. നേരെ മറിച്ച്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാനുമായിട്ടുള്ള ആ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ വരികയില്ലെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് വരും. പക്ഷേ അതിനൊന്നിനും തന്നെ നിങ്ങളെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയാത്തവണ്ണം ഒരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളുമായി വരുന്ന ആത്മീക കൂട്ടായ്മ ബന്ധത്തിൻ്റെ സുവിശേഷമാണ് സത്യസുവിശേഷം. ഇമ്മ്യൂണിറ്റി അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്മ്യൂണിറ്റി ഫ്രം ഓൾ ദീസ് തിങ്സ്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പിന്നെ പട്ടിണിയോ നഗ്നതയോ എന്ന് പറഞ്ഞാൽ, ഈ പട്ടിണിയും നഗ്നതയും എന്നൊക്കെ പറയുന്നത് ബേസിക് നീഡ്സാ. ബേസിക് നീഡ്സാ, അത് ലക്ഷറി ഒന്നുമല്ല. ഉണ്മാനും ഉടുക്കാനും ഒരു മനുഷ്യന്റെ ബേസിക് നീഡാ, അല്ലേ? മാത്രമല്ല, യേശു കർത്താവ് പ്രോമിസ് ചെയ്തൊരു കാര്യം അത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വായിക്കാമോ? മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നോക്കിയ, അപ്പൊ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും, അപ്പോ ഉടുക്കുക ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബേസിക് നീഡ്സാ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു തന്നെ, ഇതൊക്കെയും ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനാകുന്ന പിതാവ് അറിയുന്നുവല്ലോ. മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പ. ഞാനതുകൊണ്ട് പലപ്പോഴും പറയാറുള്ളത്, പ്രിയപ്പെട്ടവരെ, ഉണ്മാനും ഉടുക്കാനും കഴിഞ്ഞു കിട്ടുന്നതെല്ലാം ബോണസാ കേട്ടോ, ബോണസാ. ഉണ്ണാനും ഉടുക്കാനുമേ ഉള്ളൂ ബേസിക് ആയിട്ട് നമുക്ക് പ്രോമിസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞു കിട്ടുന്നത് മുഴുവൻ ബോണസാ. അത് അനുഭവിക്കുന്നുണ്ടെ അഹങ്കരിക്കരുത്.
അത് ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ണാനും ഉടുപ്പാനും അപ്പുറം കിട്ടുന്നത് ബോണസായിട്ട് നമ്മൾ കരുതണം. കാരണം ബേസിക്കായിട്ട് പ്രോമിസ് ചെയ്തത് അതാ. എന്നാൽ അങ്ങനെ പ്രോമിസ് ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെയാണ് ചിന്ത. അങ്ങനെ മക്കളെന്ന നിലയിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതില്ലാതെ വന്നാലും അതിനുപോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല. അവിടെയാ വിഷയം. പ്രോമിസ് ചെയ്ത ഒരു കാര്യം, ബേസിക്കായിട്ടുള്ള ഒരു കാര്യം, അതുപോലും ഇല്ലാതെ വന്നാലും, അതായത് പട്ടിണിയോ നഗ്നതയോ, അതിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ നമ്മെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെറുതെ ഇതൊന്നും അനുഭവിക്കാത്ത മനുഷ്യൻ്റെ വാക്കുകളല്ലിത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 29 മുതൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അനുഭവിച്ചതിൻ്റെ വലിയ ലിസ്റ്റ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമ സുവിശേഷം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി അല്ല. നേരെ മറിച്ച് ആ ശ്രദ്ധിച്ച് നോക്കി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ആ വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്നിട്ട് ഈ കാര്യം തെളിയിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരു പഴയ നിയമഭാഗം കോട്ട് ചെയ്യുക. 44-ാമത്തെ സങ്കീർത്തനം. അത് 44-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യമാണ് 36-ാം വാക്യത്തിൽ 8:36 നമ്മൾ വായിക്കുന്നത്. അവിടെ സത്യത്തിൽ ഇസ്രായേൽ ഭക്തരായിട്ടുള്ള ചിലരനുഭവിച്ച ചില കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ മറ്റൊരു ദൈവത്തിങ്കലേക്ക് കൈകളെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ മലർത്തിയിട്ടില്ല. ഞങ്ങൾ ഹൃദയത്തിൽ പോലും അങ്ങല്ലാതെ, യാഹുവേ അല്ലാതെ ഞങ്ങളുടെ ദൈവത്തെ സേവിപ്പാൻ ഞങ്ങൾ മനസ്സ് തിരിച്ചിട്ടില്ല. ഇതെല്ലാം പറയുക. എങ്കിലും നിന്റെ നിമിത്തം ഞങ്ങളെ എന്ത് ചെയ്യുക. അപ്പോൾ നോക്കണം, ഏത് സന്ദർഭത്തിലാണതെന്ന് മറന്നു പോകരുത്. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ധാന്യവും വീഞ്ഞും അവരുടെ ദൈവീക അനുഗ്രഹങ്ങളുടെ ഭാഗമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലെ സങ്കീർത്തനമാണ്. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്നുള്ള വിടുതലും സംരക്ഷണവും ഈ ധാന്യവും വീഞ്ഞിൻ്റെയും ഒക്കെ ആ സമൃദ്ധിയും ഒക്കെ ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു അടയാളമായി കരുതിയിരുന്ന കാലഘട്ടത്തിലെ സങ്കീർത്തനം. അവിടെ പറയുക, എന്നാൽ നിന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങേ വിട്ടുപോയത് കൊണ്ട് അങ്ങ് ഞങ്ങളെ പണിഷ് ചെയ്തതല്ലിത്. അങ്ങനെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളുണ്ട്. ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവം അവരെ പണിഷ് ചെയ്യുന്ന അനേക സന്ദർഭങ്ങൾ, ശത്രുക്കളെ അവർക്ക് നേരെ വരുത്തുന്നത്, അവരുടെ അധ്വാനം മറ്റുള്ളവർ ഭക്ഷിക്കുന്നത്, ഇതെല്ലാം സംഭവ്യങ്ങളാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചല്ല ഈ 44-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. നേരെ മറിച്ച് ഞങ്ങൾ അന്യദൈവങ്ങളെ സേവിച്ചിട്ടില്ല, ഞങ്ങൾ അന്യദൈവങ്ങൾക്ക് നേരെ ഞങ്ങളുടെ കൈകളെ മലർത്തിയിട്ടില്ല, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു
എങ്കിലും ഞങ്ങളെ അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുകയും നിന്റെ നിമിത്തം ഞങ്ങൾ യാഹ്വേയുടെ ദാസന്മാരായിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളെ അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. അപ്പോൾ ആ വേദഭാഗം എടുത്തിട്ട് പറയുക, അങ്ങനെ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ പഴയ നിയമ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ തിരുവഴുത്തുകൾ പുതിയ നിയമ തിരുവഴുത്തുകളുടെ കണ്ണാടിയിലാണ് ദൈവമക്കൾ കാണേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. അത് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യമാണ്. യേശു കർത്താവ് പഴയ നിയമ തിരുവഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തത്, അവരുടെ ബുദ്ധിയെ തുറന്നത്, പിന്നീട് അവർ പഴയ നിയമ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നത് എല്ലാം വേദപുസ്തകത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ തിരുവഴുത്തുകളിലെ വാഗ്ദത്തങ്ങൾ എടുത്തിട്ട് ഭൗതികമാകുന്ന ജീവസന്ധാരണത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന തെറ്റായ വഴിവിട്ട ദൈവ ആത്മാവിന് വിധേയപ്പെടാത്ത വ്യാജമാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അതാപത്താണ്. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പഴയ നിയമ തിരുവഴുത്തുകളെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നോക്കുക, എന്നിട്ട് താൻ പറയുകയാണ്, എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിലൊക്കെയും എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞതും താഴെ പറയാൻ പോകുന്നതുമാകുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആറ്? കഷ്ടതയാണോ, പട്ടിണിയാണോ, സങ്കടമാണോ, നഗ്നതയാണോ, ആപത്താണോ, വാളാണോ? ഇതിനൊന്നിനും ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള ഉറപ്പ് മാത്രമല്ല ഞങ്ങൾക്കുള്ളത്. ഇതിൽ ഒക്കെയും നാം എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്മേൽ ഞാൻ ട്രയംഫ് ചെയ്യുന്നു, അതിന്മേൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ചില സന്ദർഭങ്ങളിൽ ഈ വലിയ വലിയ തിരമാലകൾ ഉള്ള ബീച്ചിൽ അവിടെ ഉള്ള ചില ആക്ടിവിറ്റീസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര തിരമാലയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം വരും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നീന്തൽ അറിയാവുന്ന ഒരാളാണ്. ഒരു ചെറിയ നദിയോ ഒക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ശരീരത്തിനില്ലെങ്കിൽ അത് നീന്തിക്കടക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഇപ്പം മനസ്സിലെങ്കിലും എനിക്കൊരു ധൈര്യമുണ്ട്. ഫിസിക്കലി എത്രത്തോളം അത് പോസിബിൾ ആണെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിനൊരു ധൈര്യമുണ്ട് നീന്താൻ. എന്നാൽ ഈ തിരമാലകളെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഭയങ്കര ഭയം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ആ രുദ്രഭാവം. എന്നാൽ ആ തിരമാലകളിൽ അതിനെ ജോയ്ഫുള്ളായിട്ട് അതിനെ കാണുന്ന ഒരു കൂട്ടരെ ഞാൻ കണ്ടു. ഒരു ചെറിയ സർഫിംഗ് ബോർഡിൽ ആ വരുന്ന തിരമാലകൾ ഭയങ്കര ചിരിയോടെ
അതിനെ ഫേസ് ചെയ്തിട്ട് അത് അവർക്കൊരു സന്തോഷം. എന്താണെന്നറിയോ, അത് ആ സർഫ് കേവലം ചുമ്മാ ഒരു സർഫിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ഒരു സർഫിംഗ് ബോർഡാ. ഈ അത് വരുന്നതനുസരിച്ച് ഇവൻ അതിൻ്റെ മുകളിൽ കൂടെ ഏതെല്ലാം അഭ്യാസങ്ങളാണ് കാണിക്കുന്നതെന്നറിയാം. നോക്കണം, ഒരു ഓർഡിനറി സ്വിമ്മറിന്, സാധാരണ നീന്തറിയാവുന്ന ഒരാളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം വേറൊരുത്തനെ എന്ത് ചെയ്യുന്നില്ല, അവനത് ഭയമേ അല്ല. അതിൻ്റെ കാരണം എന്നറിയാമോ? ഹി ഈസ് ട്രെയിൻഡ് ഫോർ ദാറ്റ്. അതിൻ്റെ മുകളിൽ കൂടെ ചാടാൻ. ഇവിടെ പോൾ പറയുന്ന അതേ കാര്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എന്താണ് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം? റോമാലേഖനം 5:8 റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നോക്കുക, ഞാൻ പാപിയായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. മാത്രമല്ല, ആ സ്നേഹം എന്റെ ഹൃദയങ്ങളിലേക്ക് തന്നു. 5:5. യെസ്, നോക്കുക, ദൈവം എന്നെ സ്നേഹിച്ചു. എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് തിരിച്ചറിയാം. ഞാൻ പാപിയായിരിക്കുമ്പം ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. അതാ സ്നേഹത്തിന്റെ പ്രദർശനം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആ സ്നേഹം ഇപ്പോൾ എൻ്റെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എങ്ങനെ പകർന്നിരിക്കുന്നു? ഓ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ കഴിയാത്ത ആത്മനിറവല്ല. നമ്മൾ തിരിച്ചറിയണം അത്. നോക്കുക, ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അങ്ങനെ പകർന്നിരിക്കുന്നത് കൊണ്ട് now I am in a position to love him. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നോക്കിയ മതി. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നവർ? ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നത് ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം എന്നെ സ്നേഹിക്കുക മാത്രമല്ല, ആ സ്നേഹം അവിടുത്തെ ആത്മാവിനാൽ എൻ്റെ ഹൃദയങ്ങളിൽ പകർന്നു. അതുകൊണ്ട് ഇപ്പോഴെനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നു. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇതിലൊക്കെയും ഞാൻ പൂർണ്ണജയം പ്രാപിക്കുന്നു. അതാ പോൾ പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ലവ്, ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. കാരണം എനിക്കെൻ്റെ പ്രാണനും വിലയേറിയതല്ല, എനിക്ക് ക്രിസ്തുവാ വലുത്. ഈ ലോകത്തിലെ വസ്തുവകകളല്ല വലുത്, എനിക്ക് ക്രിസ്തുവാ വലുത്. അതാ സ്ത്രീ കാണിച്ചു. ഈ ലോകത്തിലെ ഒന്നുമല്ല എനിക്ക് വലുത്, ക്രിസ്തുവാ. ആ സ്നേഹത്തിൽ, ആ സ്നേഹ കൂട്ടായ്മയിൽ ജീവിതത്തിൽ നേരിടുന്ന ഏത് കാര്യങ്ങളിലും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ആ ബോധ്യമുള്ളതാകുന്ന ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ജീവനോ മരണത്തിനോ. ശ്രദ്ധിച്ചേ, മരണത്തിനോ ജീവനോ. മരണം വരട്ടെ, അല്ല ജീവനാകട്ടെ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ എന്ന് പറഞ്ഞാൽ, ദൂതന്മാരോ വാഴ്ചകളോ അധികാരങ്ങൾക്കോ എന്ന് പറയുമ്പോൾ, ദൂതന്മാരും നല്ല ദൂതന്മാരൊന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എതിരല്ല. പക്ഷെങ്കിൽ പോൾ പറയുക, ലോകത്തിലുള്ള ഒന്നിനും എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നിമിത്തം, ബിക്കോസ് ഹി ലവ്സ് മീ. അപ്പോൾ പറയുന്നത്, I'll be safely home someday. പല പ്രിയപ്പെട്ടവരും എന്നോട് ആവശ്യപ്പെടാറുണ്ട്, പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് നല്ല പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനൊരു പുസ്തകം റെഫർ ചെയ്യാൻ പോകുകയാണ്. വാങ്ങി മേടിക്കാൻ കഴിയുന്നവരൊക്കെ മേടിച്ച് വായിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. സേഫ്ലി ഹോം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. റാൻഡി ആൽക്കോൺ എന്ന് പറയുന്ന ദൈവഭൃത്യൻ എഴുതിയ, ചൈനയിലുള്ള ദൈവമക്കൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ച് ഒരു കഥാരൂപേണ വിശദീകരിക്കുന്ന ഒരു കൃതിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് താല്പര്യമെങ്കിൽ അത് മേടിച്ച് വായിക്കാം. നല്ല പുസ്തകമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത ഇതാ: നത്തിങ് വിൽ സെപ്പറേറ്റ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ആർക്കും കഴിയത്തില്ല. We will all be safely home who love the Lord. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവ് സ്നേഹിക്കുന്ന സകലരും. ഞാൻ ഒന്നുകൂടെ പറയാം, കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന നിലയിൽ കർത്താവിൻ്റെ സ്നേഹമുള്ളിലുള്ള ആരെയും ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ യാതൊന്നിനും കഴിയത്തില്ല. യാതൊന്നിനും കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവാണ് എനിക്ക് വലുത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്ന ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനം ചെയ്യട്ടെ. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥന